ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് an F1 ഡ്രൈവർ cannot race in a Grand Prix? ആക്ച്വലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മോസ്റ്റ് ഓഫ് ദി ടൈം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ സംതിങ് ഇനി പേഴ്സണൽ ഇഷ്യൂസ് കാരണം ആ ഡ്രൈവറിന് ആ ഒരു റേസ് വീക്കെൻഡിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ടീമുകൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആക്ഷൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, ടീമിൽ ഒരു ഡ്രൈവറിനെ വെച്ചിട്ട് റേസ് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പെനാൽറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ കൺസ്ട്രക്ടേഴ്സ് പോയിന്റ്സ് കിട്ടത്തില്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നോർമൽ സ്പോർട്സിൽ ചെയ്യുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഒരു റിസർവ് ഡ്രൈവറിനെ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് ടീമുകൾ ചെയ്യുന്നത് അവരുടെ ജൂനിയർ അക്കാഡമിയിൽ നിന്ന് ഒരു ഡ്രൈവറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 2022 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിയിൽ അലക്സ് ആൽബോണിന് ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നപ്പോൾ അലക്സ് ആൽബോണിന് പകരം വില്യംസ് നിക് ഡിവ്രിസ് എന്ന് പറയുന്ന ഡ്രൈവറിനെ ഓപ്റ്റ് ചെയ്തു. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അക്കാഡമി ഡ്രൈവേഴ്സിന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവരുടെ സ്കിൽസ് F1 ഷോ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഈ അക്കാഡമി ഡ്രൈവേഴ്സിന് ഒരു ഓഡിഷൻ പോലെയാണ്. സോ ഇതേപോലെയുള്ള F1 റിലേറ്റഡ് കണ്ടന്റ്സിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. ഇതേപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം.